ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് ഒരു പുതുവർഷം കൂടി വരികയായി. പോയ ദിനങ്ങളുടെ ചിരിയും കണ്ണീരും പടരുന്നത് പ്രത്യാശയുടെ പുതിയ തുരുത്തിലേക്ക്. അടുത്ത നിമിഷം പോലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കാൻ അറിയാവുന്ന ആർക്കും പുതിയൊരു ദിവസം പുതിയതാണ്, പുതിയൊരു പൂവ് പുതിയതാണ്, പുതിയൊരു പ്രതീക്ഷ പുതിയതാണ്. ഈച്ച് ന്യൂ ഇയർ ബ്രിങ്സ് വിത്ത് ഇറ്റ്സ് ന്യൂ ഹോപ്സ് ആൻഡ് റെസൊല്യൂഷൻസ് എന്നാണ്. പക്ഷേ ഓരോ തീരുമാനങ്ങളും, ഓരോ സ്വപ്നങ്ങളും, ഓരോ പ്രതീക്ഷകളും എല്ലാവർക്കും ഉണ്ടായിരിക്കാം. എല്ലാം എപ്പോഴും നടക്കണമെന്നില്ല. ഇപ്പം കഴിഞ്ഞുപോയൊരു വർഷം പലപ്പോഴും പ്രതിസന്ധിയുടെ വർഷമായ ഒരുപാട് പേരുണ്ട്. ചെറിയ ചെറിയ സന്തോഷങ്ങൾ സാക്ഷാത്കരിച്ച വർഷവുമായിരിക്കാം കുറച്ചു പേർക്ക്. സോ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഞാൻ പുതുവത്സര ആശംസകൾ നേരുന്നു. വരാൻ പോകുന്ന വർഷം നിങ്ങളുടെ വർഷമാകട്ടെ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സർക്കാർ ജോലി എന്നുള്ള സ്വപ്നത്തിലേക്ക് സർവേശ്വരൻ നിങ്ങളെ നയിക്കട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു. 3.25 കോടി ജനങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ. 64 ലക്ഷം പേർക്ക് തൊഴിലില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ 64 ലക്ഷം പേരെന്ന് പറയുന്നത് 18 വയസ്സിൽ മുകളിലുള്ളവരാണെന്ന് ഓർക്കണം. അപ്പോൾ എത്ര ശതമാനമാണ് കേരളത്തിൽ തൊഴിലില്ലാത്തവരായിട്ടുള്ളത്, സ്ഥിര വരുമാനം ഇല്ലാത്തവരായിട്ടുള്ളത് എന്നുള്ളത് ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ഒരുപാട് പേര് ഈ ന്യൂ ഇയർ വരുമ്പോൾ ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ എടുത്ത തീരുമാനം ഈ വർഷം എനിക്ക് പഠിക്കണം, ഒരു സർക്കാർ ജോലി നേടണം എന്നുള്ള തീരുമാനമാണ്. തീർച്ചയായിട്ടും അതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ അകന്ന് നടക്കുക. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന എന്നെപ്പോലുള്ള പ്രദീപ് മോത്തലെ സാറിനെ പോലുള്ള, സുജേഷ് പുറക്കാട് സാറിനെ പോലുള്ള അധ്യാപകരുടെ വാക്കുകൾക്ക് കൂടുതൽ വില കൊടുക്കുക. തീർച്ചയായിട്ടും PSC എന്ന് പറയുന്ന ഒരു കോമ്പറ്റീറ്റീവ് മേഖലയാണ്. വളരെ വലിയൊരു മത്സരമാണ് അവിടെ നടക്കുന്നത്. IAS പരീക്ഷ നേടുന്നതിനേക്കാൾ പാടാണ് LDC പരീക്ഷ നേടിയെടുക്കുക. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നുണ്ട്. ഇപ്പോൾ എൻട്രിയിൽ തന്നെ ഒരു വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ 3 വർഷത്തിനിടയ്ക്ക് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ സർക്കാർ ജോലിയിൽ കയറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ചാരിതാർത്ഥ്യത്തിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കുന്നവർക്കെല്ലാം ജോലി കിട്ടുന്നുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കി വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക. പോസിറ്റീവ് ചിന്താഗതി എന്ന് പറയുന്നത് എല്ലാം പോസിറ്റീവായിട്ട് നടക്കും എന്നുള്ളതൊന്നുമല്ല, മറിച്ച് നെഗറ്റീവ് വന്നാലും നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കും എന്നുള്ളതാണ് പോസിറ്റീവ് ചിന്താഗതി എന്ന് ആദ്യം മനസ്സിലാക്കുക. എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. സന്തോഷം മാത്രമുള്ള ഒരു ജീവിതമൊന്നും ഇവിടെ ആർക്കും ഇല്ല. ഇനി വലിയ സമ്പന്നന്മാർക്ക് പോലും ഇല്ല. സമ്പത്തൊന്നും അല്ല സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കപ്പൽ കരയ്ക്കിരുന്നാൽ സേഫാണ്, അതിനൊന്നും സംഭവിക്കത്തില്ല, ഒരപകടവും വരില്ല. എന്നാൽ കപ്പൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കരയ്ക്കു വേണ്ടിയല്ല എന്നോർക്കുക. കടലിലിറങ്ങുമ്പോൾ പ്രതിസന്ധികളുണ്ടാകാം, മുങ്ങാം, അപകടം വരാം. പക്ഷേ ഇതിനെയെല്ലാം അതിജീവിച്ച് യാത്ര മുന്നോട്ട് പോകുമ്പോഴാണ് കപ്പലിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ലക്ഷ്യത്തിലെത്തുന്നത്. ചെറിയ കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും പ്രതിസന്ധി ഉണ്ടാവും, വലിയ കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും പ്രതിസന്ധി ഉണ്ടാകും. ആ പ്രതിസന്ധികളെ എല്ലാം വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകുക. വീട്ടിൽ കയറി അടഞ്ഞുകൂടിയിരിക്കുന്നവന് ഒരു പ്രതിസന്ധി ഉണ്ടാവത്തില്ല, പക്ഷെ അവൻ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല എന്നോർക്കുക. പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളെപ്പോലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വരാൻ പോകുന്ന വർഷം ഒരു വലിയ പ്രതീക്ഷയുടെ വർഷമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. കാരണം എല്ലാ നോട്ടിഫിക്കേഷനും വന്നു കഴിഞ്ഞു. നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന LDC, LGS, LPUP, SI, LST സെക്രട്ടറി എന്ന് വേണ്ട ഒരുപാട് പരീക്ഷകൾ വരുന്ന വർഷം നടക്കാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഠനം തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞ് തളർത്തുന്നവർക്കിടയിൽ പോസിറ്റീവായിട്ട് ജീവിച്ച് കാണിക്കുന്നതും ഒരു ചലഞ്ചാണെന്ന് ഓർക്കുക. നിങ്ങളുടെ പിന്നിൽ നിന്ന് കുറ്റം പറയുന്നവരെ നിങ്ങൾ ഒരിക്കലും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവർ നിങ്ങളെക്കാൾ 2 അടി പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്ന് കുറ്റം പറയേണ്ടി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ നെഗറ്റീവ് ചിന്താഗതികളും മാറ്റിവെച്ച് വളരെ ആവേശത്തോടു കൂടി നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള അധ്യാപകരുടെ, എൻട്രി ആപ്പിലെ അധ്യാപകരുടെ വാക്കുകൾക്ക് മാത്രം ചെവി കൊടുത്തുകൊണ്ട് പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. വരാൻ പോകുന്ന വർഷം നിങ്ങളുടേതായിരിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്ഥിര വരുമാനം, സർക്കാർ ജോലി എന്നുള്ള സ്വപ്നത്തിൽ നിങ്ങൾ എത്തിച്ചേരട്ടെ. അവിടെ എത്തിച്ചേർന്നതിന് ശേഷം വരുന്ന റാങ്ക് ഹോൾഡേഴ്സ് മീറ്റിൽ നമുക്ക് ഒരുമിച്ച് കൂടി നിങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ സന്തോഷമായി മാറുന്ന ആ വൈകാരിക നിമിഷത്തിന് നമുക്ക് സാക്ഷിയാവാം. ആ ദിവസത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എല്ലാവർക്കും, എൻട്രിയിലെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, നമ്മളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന യൂട്യൂബിലെ എല്ലാ വ്യൂവേഴ്സിനും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.